इन्हें അടുത്ത ചോദ്യം ये वाक्य पढ़े। बसंत फूलदेई का त्योहार लेकर आता है। देर शाम तक बच्चे फूल चुनते हैं। सुबह पौ फटते ही बच्चों की टोलियां गांव भर में घूमती हैं। അപ്പോൾ ടെസ്റ്റിലുള്ള ചോദ്യം തന്നെയാണ് ബസന്ത് ഫൂൽദേയി കാ ത്യോഹാർ ലേക്കർ ആത്താ ഹേ, ചുൻതേ ഹേ, ഘൂംതി ഹേ, ഇതിൻ്റെയൊക്കെ അടിയിൽ വരിയിട്ടിട്ടുണ്ട് അല്ലേ. രേഖാങ്കിത ശബ്ദ ക്രിയ കെ കിസ് സമയക്കോ സൂചിത് കർത്തേ ഹേ, ഈ ക്രിയ ഏത് കാലത്തെയാണ് സൂചിപ്പിക്കുന്നത്? വർത്തമാനകാലക്കോ സൂചിത് കർത്താ ഹേ. വർത്തമാനകാലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം നടക്കുന്ന കാലം അല്ലേ, ഇപ്പോഴത്തെ പ്രസന്റ് ടെൻസ് ആണ്, വർത്തമാനകാലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആത്താ ഹേ വരുന്നു, ചുൻതേ ഹേ പെറുക്കുന്നു, ഘൂംതി ഹേ കറങ്ങി നടക്കുന്നു, അത് ഇപ്പം നടക്കുന്നതാണ്. ഇതേപോലെയുള്ള വാക്കുകൾ മേം ചായ് പീത്താഹും, ഇപ്പം നമ്മൾ ചെയ്യുമ്പോൾ മേം ചായ് പീത്താഹും, തും പാട് പഠിത്തേ ഹോ, ഹം സ്കൂൾ ജാത്തേ ഹൈ, ബച്ച രോത്താ ഹേ, ലഡ്കി നാച്ചത്തി ഹേ, ഇതൊക്കെ വർത്തമാനകാല രൂപങ്ങളാണ്. ഇനി യഹ് വാക്യ പഠേ, इन फूलों को रिंगाल से बनी घास तरह की टोकरियों में रखा जाता है. ഇവിടെ ഈ പൂക്കളെ റിങ്കാല് കൊണ്ടുണ്ടാക്കിയ വിശേഷപ്പെട്ട തരത്തിലുള്ള കൂട്ടകളിൽ വയ്ക്കുന്നു. രഖാ ജാത്താ ഹേ. यहाँ फूल को रिंगाल से बनी घास तरह की टोकरियों में किसके द्वारा रखा जाता है? ആരാണ് വെക്കുന്നത്? ബച്ചെ അല്ലേ, ബച്ചോങ്കെ ദ്വാര രഖാ ജാത്താ ഹെ. അപ്പോൾ ഇവിടെ ഈ കർമ്മവാച്യം എന്നാണ് ഇതിന് പറയാം. ബച്ചാന്ന് കഴിഞ്ഞിട്ട് ബച്ചോം സേ അല്ലെങ്കിൽ ബച്ചോങ്കെ ദ്വാര എന്നൊക്കെ വന്നാൽ അത് കർമ്മവാച്യാണ്. ഇനി അടുത്തത് നോക്ക്, ബച്ചേ ഇൻ ഫൂലോങ്കോ റിംഗാൽ സെ ബനി ഖാസ് തരക്കി ടോക്കരിയോ മേ രക്തേ ഹേ. നേരത്തെ നമ്മൾ രഖാ ജാത്താ ഹേ എന്നാണെങ്കിൽ ഇവിടെ രക്തേ ഹൈം. അപ്പോൾ ഇവിടെ ബച്ചേ ബഹുവചനം ആയതുകൊണ്ടാണ് രക്തേ ഹൈം. ഇപ്പൊ കുട്ടികൾ തന്നെയാണ് വെക്കുന്നത്, അപ്പോൾ കർത്താവിനാണ് പ്രാധാന്യം. ഇത് കർത്തൃവാച്യ. ഇവിടെ ബച്ചോങ്കെ ദ്വാര ഇൻ ഫൂലോങ്കോ റിംഗാൽ സെ ബനി ഖാസ് തരഹ് की टोकरियों में रखा जाता है. ഇത് കർമ്മവാച്യം, ഇത് കർത്തൃവാച്യം. इन दोनों वाक्यों पर चर्चा करें. यह कर्तृवाच्य है. इन्हें वाच्य बदलो. पिछली शाम चुने गए फूल घरों की देहरियों पर सजाए जाते हैं. അപ്പോൾ സജായെ ജാത്തെ ഹേ എന്നുള്ളത് സജാത്തെ ഹേ. അടുത്തത് ഇക്കട്ടി കി ജാത്തി ഹേ എന്നുള്ളത് ഇക്കട്ട കർത്തി ഹേ. ഇനി 10 हिमालयी अंचल के लोग प्रकृति से तालमेल रखकर जीवन बिताते हैं. यदि हम प्रकृति के साथ विनाशकारी हस्तक्षेप करें तो क्या क्या मुसीबतें होंगी? ഹിമാലയ പ്രദേശത്തെ ജനങ്ങൾ പ്രകൃതിയോട് യോജിച്ച് ജീവിതം ചിലവഴിക്കുന്നു. നമ്മൾ പ്രകൃതിയെ നശിപ്പിക്കുകയാണെങ്കിൽ, ഹസ്തക്ഷേപം എന്ന് പറഞ്ഞാൽ കയ്യേറ്റം, നമ്മൾ പ്രകൃതി കയ്യേറ്റം നടത്തി അതിനെ നശിപ്പിക്കുകയാണെങ്കിൽ എന്തൊക്കെ മുസീബത്തെ എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടുകൾ ഉണ്ടാകും. हिमालयी अंचल के लोग प्रकृति से तालमेल रखकर जीवन बिताते हैं. यदि हम प्रकृति के साथ विनाशकारी हस्तक्षेप करें तो प्रकृति के नाश के साथ हमारा भी विनाश होगा. पेड़ काटने और पहाड़ों के नाश होने पर ऋतुओं का बदलना समाप्त हो जाएगा. सूख बाढ़ जैसी आपत्तियां आएंगी. पर्यावरण प्रदूषण के कारण धरती पर मनुष्य का जीवन असंभव हो जाएगा. ഇത്രയാണ് ഇതിൻ്റെ അകത്ത് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ടെസ്റ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഈ നമ്മൾ നേരത്തെ പറഞ്ഞ വർത്തമാനകാലത്തെക്കുറിച്ച്, പ്രസൻറ്റ് ടെൻസിനെ കുറിച്ചുള്ളൊരു ചോദ്യമുണ്ട്. അത് കഴിഞ്ഞാൽ കർമ്മവാച്യ, പിന്നെ കർത്തൃവാച്യ, അത് കഴിഞ്ഞാൽ ഹിമാലയ अंचल के लोग प्रकृति से तालमेल रखकर जीवन बिताते हैं. यदि हम प्रकृति के साथ विनाशकारी हस्तक्षेप എന്ന് പറഞ്ഞാൽ കയ്യേറ്റം, ഹാത്ത് കൈ, കരയെന്തോ ക്യാ ക്യാ മുസീബത്തെ ഹോങ്കി. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ, പ്രകൃതി നശിച്ചാൽ വളരെ ദുരന്തങ്ങൾ ഉണ്ടാവും അല്ലേ. ഇനി നമുക്ക് ഈ ലേഖനം ബസന്ത് മേരെ ഗാവ് കാ എന്ന് പറയുന്ന ലേഖനം എഴുതിയ ശ്രീ മുകേഷ് നൗട്യാൽ, ജന്മ 4 ജൂലൈ 1971, രുദ്രപ്രയാഗ്, ഉത്തരാഖണ്ഡിലെ പ്രസിദ്ധമായ ഒരു തീർത്ഥസ്ഥലമാണ് രുദ്രപ്രയാഗ്. ഉത്തരാഖണ്ഡ് ദേവഭൂമി എന്നാണ് അറിയപ്പെടുന്നത്. ഒരുപാട് അമ്പലങ്ങൾ, മന്ദിർ അവിടെ ഉണ്ട്. അപ്പോൾ रुद्रप्रयाग उत्तराखंड आप उत्तराखंड भाषा संस्था के सदस्य होने के साथ साथ साहित्यिक पत्रिका लोक गंगा आदि के सहायक संपादक भी है। आपकी कहानियों का संकलन चमकता रहेगा
स्वीली गम के नाम से प्रकाशित हुआ है. ഹിമാലയ की कहानियां आपका बाल कथा संग्रह है. അപ്പോൾ ഒരു ലേഖനം എന്നുള്ളതിനേക്കാളും ഒരു ലേഖകൻ, വെറും എഴുത്തുകാരനല്ല, കഥകൾ എഴുതുന്ന ആൾ കൂടിയാണ് മുകേഷ് നൗട്ടിയാൽ. അപ്പോൾ കഥാകൃത്താണ്, അതുപോലെ ലേഖനങ്ങൾ എഴുതുന്ന നിബന്ധകാർ എന്ന് പറയും, നിബന്ധകാരും കൂടിയാണ് ശ്രീ മുകേഷ് നൗട്ടിയാൽ. ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠത്തിലുള്ളത്.